തിരുവനന്തപുരം അരുവിപ്പുറത്തെ മഴ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായി എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. കുത്തിയൊലിക്കുന്ന വെള്ളത്തിൽ കുട്ടികൾ തുള്ളിക്കളിക്കുന്നു. മലമ്പ്രദേശത്തൊരു മഴയുണ്ടായാൽ വെള്ളം കുതിച്ചു പാഞ്ഞെത്തുന്ന വഴിയാണിത്. അവിടെയാണ് ഈ ജാഗ്രത കുറവ്. അരുവിക്കര, നെയ്യാർ, കല്ലാർ, പൊന്മുടി, വിതുര, അമ്പൂരി ടൂറിസം സ്ഥലങ്ങൾ ഒരുപാടുണ്ട് തിരുവനന്തപുരത്ത്. ഈ മഴക്കാലത്ത് പക്ഷേ എല്ലായിടങ്ങളിലും അപകടം കൂടി പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. ഇപ്പോഴിങ്ങനെ ശാന്തസുന്ദരമായി ഒഴുകുന്ന കല്ലാർ എപ്പോൾ വേണമെങ്കിലും രൗദ്രഭാവം പൂണ്ടേക്കാം. മലവെള്ളം കുതിച്ചു പാഞ്ഞെത്തിയേക്കാം. ഇവിടുത്തെ മാത്രമല്ല, എല്ലാ പുഴകളിലെയും പ്രശ്നം ഇതാണ്. ഡേഞ്ചറായ സ്ഥലമാണ്. ഒരാറ് ക്രോസ് ചെയ്താണ് മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ്, വെള്ളം കൂടുതലായതുകൊണ്ടാണ് ഇന്ന് അലോട്ടായത്. ഇനി മഴ തുടർന്ന് ഇങ്ങനെ ആണെങ്കിൽ അടച്ചിടും. ആദ്യം ഒരു ടവർ ഉണ്ടായിരുന്നു, ടവർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. കൂട്ടം കൂടി നിൽക്കും. പാറപ്പുറത്തൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങുമ്പോൾ ആരും കയറത്തില്ല. പുറത്തുനിന്ന് വരുന്നവരാരും പറഞ്ഞാൽ അനുസരിക്കില്ല. പറഞ്ഞാൽ അനുസരിക്കാതെ ഇങ്ങനെ ആയതുകൊണ്ടാണ് മരണങ്ങൾ കൂടുതലായതുകൊണ്ടാണ് ഇത് അടച്ചത്. ഇവിടെ മഴ ഇല്ലെങ്കിൽ തന്നെയും മലയിൽ മഴ പെയ്യുകയാണെങ്കിൽ ആറ്റിൽ വെള്ളം കൂടും. അത് അറിയാൻ പറ്റില്ല. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയാൻ പറ്റും. ഫ്രണ്ട് കരിയലയും ബാക്ക് വെള്ളം ഒറ്റ സ്റ്റെപ്പിനാണ് വെള്ളം ഇറങ്ങുന്നത്. അത് അങ്ങനെയാണ് അന്ന് ദന്തൽ കോളേജിലുള്ള 6 വിദ്യാർത്ഥികൾ അന്ന് മരിച്ചത്. പുഴകളിൽ മലവെള്ളപ്പാച്ചിലാണ് പ്രശ്നമെങ്കിൽ പൊന്മുടിയിലേക്കടക്കം മലയോര മേഖലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം കടുത്ത മഞ്ഞും മണ്ണിടിച്ചിൽ ഭീഷണിയുമാണ്. ആറ് മണി വരെയൊക്കെ പരമാവധി കയറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കയറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ റോഡ് ഈ മഴ സമയത്താണ് വലിയ പ്രശ്നം. മഞ്ഞ് മഴ, അപ്പോൾ വണ്ടി അപകടങ്ങൾ സംഭവിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. പിന്നെ മരങ്ങൾ ഒടിഞ്ഞ് നല്ല മഴയത്തൊക്കെ അകത്ത് അറിയാൻ പറ്റില്ല. അവധിക്കാലമാണ്, ആഘോഷക്കാലവുമാണ്. അതോടൊപ്പം മഴക്കാലവും അപകടക്കാലവുമാണ്. അതുകൂടി ഓർക്കണം. ജാഗ്രത പാലിക്കാം. നെല്ലേമുരുകനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.